നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ആർ രാമചന്ദ്രൻ വീണ്ടും സിപിഐ കൊല്ലം ജില്ലാ സെക്രട്ടറി. പുനലൂരിൽ നടന്ന ജില്ലാ സമ്മേളനം സമാപിച്ചു. സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വച്ചിരിക്കുന്ന സർക്കാർ ഭൂമി ഭൂരഹിതർക്ക് വിട്ടു നൽകണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. എസ്റ്റേറ്റ് മുതലാളിമാരും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും ADMS പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ. RSP ബിയിൽ നിന്നുള്ള 100ഓളം പ്രവർത്തകർ കേരള കോൺഗ്രസ് ജേക്കബിലേക്ക്. ലയന സമ്മേളനം പുനലൂരിൽ നടന്നു. CPI കൊല്ലം ജില്ലാ സമ്മേളനം ഞായറാഴ്ച സമാപിച്ചു. സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉയർത്തിയത്. പുനലൂരിനെ ഞെട്ടിച്ച പ്രകടനത്തോടെയായിരുന്നു CPI ജില്ലാ സമ്മേളനം. എന്നാൽ പ്രതിനിധി സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി പ്രതിനിധികൾ നേതാക്കളെ ഞെട്ടിച്ചു. CPIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തന രീതികളെ ചോദ്യം ചെയ്ത പ്രവർത്തകർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാകാൻ ഇവർ പഠിക്കണമെന്നും അഭ്യർത്ഥിച്ചു. CPMനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. കൊല്ലം പാർലമെന്റ് സീറ്റ് CPMൽ നിന്നും CPI ഏറ്റെടുക്കണമെന്നും പ്രതിനിധികളിൽ ചിലർ ചർച്ചയിലൂടെ ആവശ്യപ്പെട്ടു. MA ബേബിയുടെ സ്ഥാനാർത്ഥിത്വവും പിണറായി വിജയന്റെ കൊല്ലം പ്രസംഗത്തിലെ പരനാറി പ്രയോഗവും ചർച്ചാ വിഷയമായി. RSP ഇടതുമുന്നണി വിട്ട് പോകരുതായിരുന്നു. RSPയെ പിണക്കിയത് ശരിയായില്ല. CPI നേതാക്കൾ CPMന് മുൻപിൽ മുട്ടുമടക്കുന്ന ചില പ്രവണതകൾ ഉണ്ടാകാറുണ്ട്. ഇത് മാറ്റണമെന്നും ആവശ്യം ഉയർന്നു അത്രേ. CPI നേതാക്കളിൽ ചിലരുടെ അനാവശ്യ ഗൌരവവും ധാർഷ്ട്യവും ഒഴിവാക്കണം. സാധാരണ പ്രവർത്തകരെ കണ്ടാൽ സൌഹാർദ്ദപരമായി ഇടപെടാനും ഇവർക്ക് കഴിയണം. കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്നും നേതൃത്വം അകന്നു പോകുന്നതായും പ്രതിനിധികൾ വിമർശനമുയർത്തി. വെളിയം ഭാർഗവനെ പോലെയുള്ള നേതാക്കളെ മാതൃകയാക്കണം. പാർട്ടിയിലെയും LDFിലെയും പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് നേതാക്കൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചെറുതും വലുതുമായ പാർട്ടികളെ കൂടെ നിർത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സംഭവബഹുലവും ചൂടുപിടിച്ചതുമായിരുന്നു പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചകൾ. ജില്ലാ സെക്രട്ടറി ആർ രാമചന്ദ്രൻ ചർച്ചയ്ക്ക് മറുപടി നൽകി. ലൈവ് വാർത്ത പുനലൂർ. ആർ രാമചന്ദ്രൻ CPI കൊല്ലം ജില്ലാ സെക്രട്ടറി. ഇത് രണ്ടാം തവണയാണ് ആർ രാമചന്ദ്രനെ CPI ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത്. പുനലൂർ വേദിയായ ജില്ലാ സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുത്ത ജില്ലാ കൌൺസിലിൽ അഡ്വക്കേറ്റ് കെ രാജു MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആർ രാമചന്ദ്രനെ ഏകകണ്ഠമായി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. കരുനാഗപ്പള്ളി സ്വദേശിയാണ് ആർ രാമചന്ദ്രൻ. AISFലൂടെയാണ് പൊതുരംഗത്തേക്ക് എത്തിയത്. കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി, ചവറ മണ്ഡലം സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിലാണ് രാമചന്ദ്രൻ ആദ്യമായി കൊല്ലം ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത്. 1991 രൂപീകരിച്ച ജില്ലാ കൌൺസിലിലും അംഗമായിരുന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവിയിലും എത്തി. നിലവിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. റെഡ് വാളണ്ടിയർ ജില്ലാ ക്യാപ്റ്റനായും സംസ്ഥാന ചുമതലക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 53 അംഗ ജില്ലാ കമ്മിറ്റിയിലേക്ക് 7 കാൻഡിഡേറ്റ് മെമ്പർമാരും തെരഞ്ഞെടുക്കപ്പെട്ടു. ലൈവ് വാർത്ത പുനലൂർ. ചിതറയിൽ LP സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ചിതറ ചക്കമല LP സ്കൂളിലാണ് ആക്രമണം നടന്നത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഓഫീസ് മുറിയുടെ വാതിൽ കുത്തി തുറന്നു കയറിയ സാമൂഹ്യ വിരുദ്ധർ ഓഫീസ് ഉപകരണങ്ങൾ നശിപ്പിക്കുകയും പുസ്തകങ്ങളും മറ്റും വലിച്ചെറിയുകയും ചെയ്തു. ക്ലാസ് മുറിയുടെ ജനൽ നശിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ബോർഡുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാവിലെ 7 മണിയോടെ എത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് സംഭവം ആദ്യം അറിഞ്ഞത്. ഇവർ വാർഡ് മെമ്പർ KB ശബരിനാഥിനെ വിവരമറിയിച്ചു. തുടർന്ന് കടക്കൽ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും 4 മണിക്കൂറിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഇതിനു മുൻപും സാമൂഹ്യ വിരുദ്ധർ സ്കൂൾ ആക്രമിച്ചിരുന്നു. അന്നും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ മേഖലയിലെ നിർധനരായ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന് നേരെ ആക്രമണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്, ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരു ചെറിയ ബോർഡ് എടുത്ത് കളയുക, അല്ലെങ്കിൽ ഒരു ജനലിന്റെ ഇളക്കുക, ഇങ്ങനെ നിരന്തരം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കക്കൂസിന്റെ ആ ഡോറുകൾ ഇല്ലാതാക്കി കളയുക, ഇത് ഇങ്ങനെ നിരന്തരം ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാമൂഹ്യ വിരുദ്ധരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന നടപടി കടയ്ക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന്. ലൈവ് വാർത്ത കടയ്ക്കൽ. സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്ന അമ്പനാട് തെന്മല എസ്റ്റേറ്റുകൾ തിരിച്ചുപിടിച്ച് അരിപ്പ ഭൂസമരക്കാർക്ക് വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് ADMS സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നടത്തുന്ന ഭൂമി അവകാശ പ്രക്ഷോഭ പദയാത്രയ്ക്ക് പുനലൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി നിയമവിരുദ്ധമായി മുറിച്ചുവിറ്റ 3000 ഏക്കർ വരുന്ന അമ്പനാട് T&T എസ്റ്റേറ്റും മുംബൈയിലെ റിയാസ് ഹോട്ടൽ ഗ്രൂപ്പിന്റെ കൈവശമുള്ള തെന്മല വാലിയിൽ ഭൂമിയും തിരിച്ചുപിടിച്ച് അരിപ്പയിൽ 2 വർഷത്തിലേറെയായി ഭൂസമരം നടത്തുന്ന കുടുംബങ്ങൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് അരിപ്പ ഭൂസമര സമിതി നേതാവുമായ ശ്രീരാമൻ കൊയ്യൻ ആവശ്യപ്പെട്ടു. ഹാരിസൺ മലയാളം അനധികൃതമായി കൈവശം വരിച്ചു വരുന്നതും നിയമവിരുദ്ധമായി മുറിച്ചുവിറ്റ മുഴുവൻ തോട്ടം ഭൂമിയും പിടിച്ചെടുത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റു ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്നും അരിപ്പ ഭൂസമരം കൃഷിഭൂമി നൽകി പരിഹരിക്കണമെന്നും ഹാരിസൺ മലയാളം എസ്റ്റേറ്റും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇക്കഴിഞ്ഞ 11-ന് ഇടുക്കി ജില്ലയിലെ പെരുന്താനത്തു നിന്നും പദയാത്ര ആരംഭിച്ചത്. 2 വർഷക്കാലത്തിലേറെയായി കൃഷിഭൂമി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആളുകൾക്ക് ഭൂമി കൊടുക്കണമെന്നുള്ള ഒരാവശ്യത്തിൽ മാത്രമല്ല, മറിച്ച് കേരളത്തിൽ കഴിഞ്ഞ 120 വർഷക്കാലത്തോളം ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ഏക്കർ ഭൂമി ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ഹാരിസൺ മലയാളം എന്ന കമ്പനി നിയമവിരുദ്ധമായി കൈവശം വെക്കുകയും നിങ്ങളുടെ ഈ പുനലൂർ സബ് രജിസ്റ്റർ ഓഫീസിനെ മറയാക്കിക്കൊണ്ട് കേരളത്തില് 6 ജില്ലകളിൽ ഭൂമി മുറിച്ചു വിറ്റ കൊടിയ വഞ്ചനയെ ഈ രാജ്യത്തെ തോട്ടം മേഖലയിലുള്ള തൊഴിലാളികളും രാഷ്ട്രീയ നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ നേതൃത്വങ്ങളെയും അവർ കാണിച്ച കൊടിയ വഞ്ചനയെ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ചന്നപ്പട്ട ശാഖ അനിൽകുമാർ, ശ്രീകുട്ടൻ, രാജമ്മ, ജാഥയ്ക്ക് പുനലൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ADMS കൊല്ലം ജില്ലാ പ്രസിഡന്റ് വി രമേശൻ അധ്യക്ഷത വഹിച്ചു. ADMS സംസ്ഥാന നേതാക്കളായ അഷ്ടപാലൻ വെള്ളാർ, രതീഷ് ടി ഗോപി, CK തങ്കപ്പൻ, ഓമന കാളകെട്ടി, K നീലക്കുയിൽ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അശോകൻ വെങ്ങാനൂർ, ഷെരീഫ ബിവി, ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ച ഇടമണ്ണിൽ സമാപിച്ച പദയാത്ര ചൊവ്വാഴ്ച തെന്മല ഡാം പ്രദേശങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് 6 മണിക്ക് കഴുതുരുട്ടി തെന്മല വാലി എസ്റ്റേറ്റിൽ സമാപിക്കും. ലൈവ് വാർത്ത പുനലൂർ. ആയുർവേദ ആശുപത്രി ജീവനക്കാരന് നേരെ ആക്രമണം. മേനില സ്വദേശി മനോജിനെയാണ് ബൈക്കിലെത്തിയ 4-അംഗ സംഘം ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. പുനലൂർ KSEB സെക്ഷൻ ഓഫീസിനു സമീപത്തെ സ്വകാര്യ ആയുർവേദ ക്ലിനിക്കിലെ ജീവനക്കാരനായ മേലില ഭവനിൽ മനോജിനെയാണ് ആശുപത്രിയിലെത്തിയ 4-അംഗ സംഘം ആക്രമിച്ചത്. ആശുപത്രിയിലെ ജീവനക്കാരിയെ തിരക്കിയെത്തിയ സംഘം മനോജിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ജോലി സമയത്ത് ജീവനക്കാരിയെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ മനോജിനെ പ്രകോപിതരായ സംഘം മർദ്ദിക്കുകയായിരുന്നു. ബ്ലേഡ് ഉപയോഗിച്ച് ശരീരമാസകലം മുറിവേൽപ്പിച്ചു. ആക്രമണത്തിൽ മനോജിന്റെ വലത് നെഞ്ചിലും പുറത്തും കാലിലും സാരമായി പരിക്കേറ്റു. ഇദ്ദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 ആമ്പിള്ളേർ കൂടി വന്നിട്ട് ഇതേപോലെ ആശുപത്രിക്കകത്ത് വന്ന് ചീത്ത വിളിച്ചപ്പോൾ അതിൽ ഒരു പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അന്നേരം ആരെ കാണണമെങ്കിലും ഈ ഡ്യൂട്ടി സമയത്ത് പറ്റത്തില്ല, വീട്ടിൽ ചെന്ന് പറയാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചിട്ട് എന്തോന്നുള്ള വിവരങ്ങൾ പറയാൻ. അതിനുശേഷം ഇവൻ പറഞ്ഞു, നിങ്ങളിവിടെ ഡോക്ടറില്ല, ഞാൻ മാത്രമേ ഉള്ളവരാണ്, ബാക്കി ഇത്രയും പെണ്ണുങ്ങളാണ്, നിങ്ങൾ ഡോക്ടർ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യനെ ചാടി കയറി പിടി അടിക്കാനായിട്ട് അപ്പോഴതിന് പെണ്ണുങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചെന്ന് പിടിച്ചു മാറ്റി. എങ്കിലും പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ഉമ്മാരവിടെ ആശുപത്രിക്ക് ചുറ്റും പണിയിരുന്നു. ഡോക്ടറും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്ന സമയത്ത് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഉപദ്രവിച്ചത്. ഇവർ അന്നേരം 4 പേരെ ആദ്യം വന്നു, പിന്നീട് കുറേ ആൾക്കാരെ കൂടെ വിളിച്ചു വരുത്തി. ആക്രമി സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടി. പാപ്പന്നൂർ സ്വദേശി സുധിയാണ് പിടിയിലായത്. മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി പുനലൂർ പോലീസ് അറിയിച്ചു. ലൈവ് വാർത്ത പുനലൂർ. കിഴക്കൻ മേഖലയിൽ വീണ്ടും കാട്ടുതീ. 13 കണ്ണറ പാലത്തിന് സമീപമാണ് തീ പടർന്നത്. ആദ്യം തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും വീണ്ടും തീ പടർന്നതോടെ 2ാം ഘട്ട തീയണയ്ക്കൽ രാത്രി വൈകിയും തുടർന്നു. ഫയർഫോഴ്സിന് എത്തിച്ചേരുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളും തീയണയ്ക്കലിന് ബുദ്ധിമുട്ടാക്കി. രാവിലെ 6 മണിയോടെയാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. തെന്മലയിൽ നിന്ന് വനപാലകരെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും 10 മണിയോടെ വീണ്ടും തീ പടർന്നു. രാത്രി ഏറെ വൈകിയാണ് 2ാം ഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 15 ഹെക്ടറോളം തീ പടർന്നു. വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. കുന്നിൻ മുകളിലേക്കും വനത്തിന് ഉൾപ്രദേശത്തേക്കുമാണ് തീ പടർന്നത്. ഇവിടേക്ക് എത്തിച്ചേരുന്നതിലുള്ള സാങ്കേതിക തടസ്സം ഫയർഫോഴ്സിനും വിലങ്ങുതടിയായി. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം പ്രദേശവാസിയാണ് തീയിട്ടതെന്നും ആക്ഷേപമുയർന്നു. പ്രദേശത്ത് ഫയർലൈൻ തെളിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. അധികൃതർ ഇതിന് മുതിരാത്തതാണ് അടിക്കടിയുള്ള തീപിടുത്തം തടയുന്നതിന് ബുദ്ധിമുട്ടാകുന്നത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും ഇത്തരം ഘട്ടങ്ങളിൽ ഏറെ പ്രയാസമാണ് വരുത്തുന്നത്. ഇക്കോ ടൂറിസം വികസനത്തിനായും മറ്റും ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും ഫയർലൈൻ തെളിക്കുന്നതുൾപ്പെടെയുള്ള അത്യാവശ്യങ്ങൾക്ക് തുക വകയിരുത്താത്തതിൽ പ്രദേശവാസികൾ കടുത്ത അമർഷത്തിലുമാണ്.
ലൈവ് വാർത്ത ആര്യങ്കാവ്. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ഉച്ചയോട് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. KN ബാലഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന വടകോട് ഉച്ചയോട് കോളനിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായാണ് 18ാം പടി ഉച്ചയോട് ഭാഗത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യസഭാംഗം KN ബാലഗോപാൽ MPയുടെയും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു കെ മാത്യുവിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം രാജ്യസഭാംഗം KN ബാലഗോപാൽ നിർവഹിച്ചു. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ മഴക്കുടികൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഇത്രയും കുടുംബങ്ങളിലെ ആളുകൾ അവിടെ 1-2 മഴക്കുഴി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും വെക്കണ്ടെന്നല്ല, ഒരു തെങ്ങ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ചെടി വെച്ചാൽ മതി, നല്ലൊരു കുഴി എടുത്തിട്ട് അതിനകത്തൊരു ചെറിയൊരു മരമെങ്കിലും നടാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഒരു മഴക്കുഴി കൂടി നിർബന്ധമായി നിങ്ങൾ ഉണ്ടാക്കണം. എന്നാലേ നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവല് സംരക്ഷിക്കാൻ കഴിയും. വഴിയും വെള്ളവും വെളിച്ചവുമെല്ലാം സമന്വയിക്കുമ്പോഴാണ് ഒരു നാട് വികസന രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കുന്നതെന്ന് KN ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ മുഖ്യ അതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി ദാസപ്പൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RS ബീന, K കുഞ്ഞിരാമൻപിള്ള, T രാജേഷ്, രാമചന്ദ്രൻ, ശങ്കർ മോഹൻ, രാജൻകുട്ടി എന്നിവർ സംസാരിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന ബഹുമതി നേടിക്കൊടുത്ത കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹനെയും കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയവരെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. RSPകളുടെ ലയനത്തിൽ അർഹമായ സ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് RSP പ്രവർത്തകർ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലേക്ക്. RSP പുനലൂർ മണ്ഡലം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 100ഓളം പ്രവർത്തകരാണ് പാർട്ടി വിട്ട് ജേക്കബ് ഗ്രൂപ്പിൽ ലയിച്ചത്. RSPBയുടെ പുനലൂർ മണ്ഡലം സെക്രട്ടറി പുനലൂർ ഹരിയും 100ഓളം പ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ ലയിച്ചത്. പാർട്ടിയുടെ സജീവ പ്രവർത്തകരായവർക്ക് RSPകൾ തമ്മിൽ ലയിച്ചപ്പോൾ അർഹമായ അംഗീകാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. പുനലൂർ സംസം ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ലയന സമ്മേളനം കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ പ്രശസ്തി അനുദിനം വർദ്ധിച്ചുവരികയാണെന്നും ദേശീയ കക്ഷികൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസമാർജിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ അവസാന ഉദാഹരണമാണ് ഡൽഹിയിൽ BJP അടക്കമുള്ള കക്ഷികൾക്കേറ്റ കനത്ത പരാജയവും കേജ്രിവാളിന്റെ ഉജ്ജ്വല വിജയവുമെന്നും മോഹനൻപിള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ചാലക്കര സ്റ്റേറ്റിലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളിയും കോൺഗ്രസ് തൊഴിലാളിയും BJP തൊഴിലാളിയും അവിടെയുള്ള CITUവിന്റെ തൊഴിലാളി എല്ലാ തൊഴിലാളികളും ഒരു പ്രശ്നം വന്നാൽ രാത്രി ഓടി വരുന്നത് ഞാൻ താമസിക്കുന്ന വൃന്ദാവനത്തിൽ 210 കാരണം അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ വന്ന് എപ്പോഴും ഏത് രാത്രിയിലും വിളിച്ചുണർത്താവുന്ന ഒരാൾ ഞാനായിരുന്നു. ഒരുപാട് ആളുകളുടെ സീരിയസ് ആയ മെഡിക്കൽ കോളേജിൽ അത് കൊണ്ടുപോകുന്നതിന് ഈ 10 പൈസ കയ്യിലില്ലാത്ത സമയത്ത് ഈ വൃന്ദാവനത്തിന്റെ വാതൊക്കെ കിടക്കുന്ന കാർഡ് കടം വിളിച്ച് പിന്നെ മാസം കഴിഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നത്. പാർട്ടി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം MA വേണു മുഖ്യ പ്രഭാഷണം നടത്തി. ഭരണമുന്നണി കാട്ടുന്ന നീതികേടുകൾ ചോദ്യം ചെയ്യാൻ വേണ്ട കരുത്തുറ്റ പ്രതിപക്ഷം പുനലൂർ നഗരസഭയിലില്ലെന്നും MA വേണു ആരോപിച്ചു. ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു ഭരണകക്ഷിയുടെയും പിന്തുണ വേണ്ടെന്നും ജനകീയ പ്രശ്നങ്ങളിൽ പാർട്ടി എന്നും ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും MA വേണു പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രതിപക്ഷമില്ല, അപ്പൊ എത്രയോ ജനകീയ പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ച് പുനലൂർ നഗരസഭയിലെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടാണോ നടക്കുന്നത്? എല്ലാവർക്കും നീതി കിട്ടുന്നുണ്ടോ? എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ചോദിക്കാനാരുണ്ട്? ചോദിക്കാനാളില്ല. ആര് ശബ്ദം ഉയർത്തുന്നു? ആരും പ്രതിഷേധിക്കുന്നു? പ്രതിഷേധിക്കാൻ ആളില്ല, സംഘടനയില്ല, വ്യക്തിയില്ല, പ്രതിപക്ഷമില്ല, ഒന്നുമില്ല. അപ്പം നമുക്കെന്താ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്കത് ഏറ്റെടുക്കാമല്ലോ. പുനലൂർ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഭരണം വേണമെന്നൊന്നുമില്ല. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്ന ശക്തമായ ഒരു പ്രസ്ഥാനത്തിന് ഒരു ഉദ്യോഗസ്ഥനെ. ലയന സമ്മേളനത്തിൽ KJ തോമസ് കുട്ടി അധ്യക്ഷനായി. റോയി ഉമ്മൻ, A നസറുള്ള, സുമ, വടമൺ ഗോപൻ, K ഓമനക്കുട്ടൻ, KP ബഷീർ, ഗോപകുമാർ, പുനലൂർ ഹരി, G ബാലകൃഷ്ണപിള്ള, രാജേന്ദ്രൻ, സുജാത എന്നിവർ പ്രസംഗിച്ചു. പുനലൂർ ഹരിയെ കേരള കോൺഗ്രസ് ജേക്കബ് പുനലൂർ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ലൈവ് വാർത്ത പുനലൂർ. പുതുതായി രൂപീകരിക്കുന്ന പുന്നല ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുത്തിയ പൂങ്കുളഞ്ഞി വാർഡ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യം. യാത്രാ സൌകര്യം കണക്കിലെടുത്ത് വാർഡിനെ നിലവിലെ പഞ്ചായത്തിൽ തന്നെ നിലനിർത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ K ദിലീപ് കുമാർ ആവശ്യപ്പെട്ടു.
പൂങ്കുളഞ്ഞി നിവാസികൾക്ക് നിലവിൽ പഞ്ചായത്ത് ഓഫീസിലെത്താൻ 6 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതിയെന്നിരിക്കെ പുന്നലയിലേക്ക് പൂങ്കുളഞ്ഞി വാർഡിനെ മാറ്റിയാൽ 18 കിലോമീറ്ററോളം അധികം സഞ്ചരിക്കേണ്ടി വരും. സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പുതിയ DDPയുടെ നിർദ്ദേശവും. ഇത് വിശദമായി പരിശോധിക്കണമെന്നും ദിലീപ് കുമാർ ആവശ്യപ്പെട്ടു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ പൂങ്കുളഞ്ഞി വാർഡ് പുന്നല വില്ലേജിൽ ഉൾപ്പെട്ടതാണ് എന്ന ഒരു തെറ്റായ റിപ്പോർട്ട് കൊല്ലം DDP നൽകിയിട്ടുള്ളത് പിൻവലിക്കേണ്ടതാണ്. പുന്നല പഞ്ചായത്ത് രൂപീകരിച്ചോട്ടെ, പക്ഷേ ഈ തെറ്റായ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ച് അങ്ങനൊരു തെറ്റായ തീരുമാനമെടുക്കുന്നതിനോട് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പൂങ്കുളഞ്ഞി വാർഡ് മെമ്പർ എന്ന നിലയിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. മാത്രമല്ല, പൂങ്കുളഞ്ഞി വാർഡിലെ ജനങ്ങൾക്ക് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കാനാണ് താല്പര്യം. അതോടൊപ്പം തന്നെ DDPയെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചതിൽ ചില ദുരൂഹതയുണ്ട്. അതിന്റെ റിപ്പോർട്ടിന്റെ പ്രിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പൂങ്കുളഞ്ഞി വാർഡ് പുന്നല വില്ലേജിൽ ഉൾപ്പെട്ടതിനാൽ മേപ്പടി വാർഡ് കൂടി പുതിയ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തോട് ചേർക്കാവുന്നതാണ് എന്നാണ് DDP ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ലൈവ് വാർത്ത പത്തനാപുരം. ഉറവിട മാലിന്യ സംസ്കരണം, ജൈവ പച്ചക്കറി കൃഷി എന്നീ വിഷയത്തിൽ പുനലൂരിൽ മുനിസിപ്പൽ തല ശില്പശാല സംഘടിപ്പിച്ചു. ഒരുമയുടെയും കേരള കർഷക സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന ശില്പശാല CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വാർഡ് തലത്തിലും മാർച്ച് മാസത്തിൽ ശില്പശാലകൾ നടത്താനുള്ള ഒരു നേതൃത്വ ക്യാമ്പാണ് ശില്പശാല. കാർഷിക മേഖലയിൽ നേരിട്ട് ഇടപെടുന്നതിനുള്ള പരിശീലനം എന്നതിനുപരി കാർഷിക മേഖലയിൽ നൂറുകണക്കിന് ആളുകളെ അണിനിരത്താനുള്ള പരിശീലനം ഇവിടെ പറയുന്ന ആളുകളെല്ലാം പകർന്നുകൊടുത്ത് ഒരു വലിയ കൂട്ടായ്മയ്ക്ക് തുടക്കം കൊടുക്കണം. കർഷക സംഘം പുനലൂർ ഏരിയ സെക്രട്ടറി ടൈറ്റസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. CPIM പുനലൂർ ഏരിയ സെക്രട്ടറി M. A. രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, NB ജോൺ, ഒരുമ കൺവീനർ ജിജി കെ ബാബു എന്നിവർ സംസാരിച്ചു. ഉറവിട മാലിന്യ സംസ്കരണം, ജൈവ പച്ചക്കറി കൃഷി എന്നീ വിഷയത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഷീബ റബേക്ക ക്ലാസ് നയിച്ചു. പച്ചക്കറി മാത്രം പോരാ, വാഴയായിക്കോട്ടെ, കിഴങ്ങായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ദിവസം തോറും കഴിക്കുന്ന സാധനങ്ങളുടെ ഒരു 60% നമ്മുടെ വീട്ടുവളപ്പിൽ നിന്നുണ്ടാക്കാൻ പറ്റും. എല്ലാ സ്ഥലത്തും ഒന്നും നമുക്ക് ചിലപ്പോൾ പറ്റത്തില്ല. കിഴങ്ങ്, ഉരുളക്കിഴങ്ങൊന്നും നമുക്ക് പറ്റത്തില്ല. എന്നാൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബാക്കി എല്ലാം ഇപ്പൊ പറ്റുന്നുണ്ട്. നമ്മൾ പണ്ട് പറയുന്നത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ക്യാബേജ്, കോളിഫ്ലവർ ഒന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, മല്ലി, പുതിന. ഇന്നിപ്പോ ഞാൻ അവിടെ ഓഫീസിലെ മല്ലിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വരുവാ. ഇത് ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത് മല്ലി പച്ചക്കറി നമുക്ക് അങ്ങനെ എഴുതുന്നുണ്ട്. മല്ലിയൊന്നും നമ്മുടെ വീട്ടിലെല്ലാം വാങ്ങിച്ചു കഴിക്കാൻ പറ്റും. ഇല്ല, ഇതെല്ലാം ഉണ്ടാവും. പാലക്ക്, ക്യാബേജ്, റാഡിഷ്, ക്യാരറ്റ്, ഇതെല്ലാം. പക്ഷെ അതിനൊക്കെ ഓരോ സീസൺ ഉണ്ടെന്ന് മാത്രം. എല്ലാ സമയത്തും ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഓരോ സമയമുണ്ട്. അതനുസരിച്ച് കൃഷി ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാം. നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇത്രയും നീളമുള്ളൊരു അല്ലെങ്കിൽ 2 കിലോളം പാവയ്ക്ക ഉണ്ടായി അവിടെ അതെല്ലാം മുഖ്യം. ഒരു കൊച്ചു പാവയ്ക്കയാണെങ്കിൽ നമ്മൾ യാതൊരുവിധ മരുന്നും അടിക്കാതെ ശുദ്ധവും വിഷമുക്തവുമായ നല്ലൊരു സാധനം നമുക്ക് വീട്ടിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോഴാണ് ഈ വീട്ടുവളപ്പിലെ കൃഷി അല്ലെങ്കിൽ തുറയുടെ കൃഷിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ഒരുമയുടെ നേതൃത്വത്തിൽ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും കുടുംബശ്രീ യൂണിറ്റുകളുടെ പങ്കാളിത്തത്തോടെ ശില്പശാലകൾ സംഘടിപ്പിക്കും. ശില്പശാലയിൽ പച്ചക്കറി തൈകളും വിതരണം ചെയ്യും. ലൈവ് വാർത്ത പുനലൂർ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 2015-16 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിലായി പഞ്ചായത്തിൽ 7.5 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ സെമിനാറിൽ തീരുമാനിച്ചു. ജനറൽ വിഭാഗത്തിൽ 2.5 കോടി രൂപയുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ 1.25 കോടി രൂപയുടെയും വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് തീരുമാനം. പാലിയേറ്റീവ് കെയർ, വയോജനങ്ങൾ, ഭിന്നശേഷിയുള്ളവരുടെ പരിചരണം, അംഗൻവാടി, പോഷകാഹാരം എന്നീ മേഖലകൾക്കും നിശ്ചിത തുക വകയിരുത്തിയിട്ടുണ്ട്. ആടുവളർത്തൽ, ജൈവകൃഷി, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, ജാഗ്രതാ സമിതി തുടങ്ങി വിവിധ മേഖലകൾക്കും പ്രത്യേകം തുക വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാറിന് പ്രസിഡന്റ് S. മുരളീധരൻ നായർ നേതൃത്വം നൽകി. ഈ ചിതറയിലെ 2 ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടി ചെലവഴിക്കുവേണ്ടുന്ന
തുക 7,42,750 രൂപ, അതായത് 7.5 കോടി രൂപ. 2014-15 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി വിഹിതം വിലയിരുത്തുമ്പോൾ 3,60,00,000 രൂപ പഞ്ചായത്ത് ഫണ്ടാണ് വിനിയോഗിച്ചിരിക്കുന്നത്. 3,60,00,000 രൂപ അത് കംപ്ലീറ്റ് പശ്ചാത്തല മേഖലയ്ക്കാണ് ഉപയോഗിച്ചത്. സെക്രട്ടറി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് സെക്രട്ടറി രാജു ദാസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ, പൊതുപ്രവർത്തകർ, ഡോക്ടർമാർ, അധ്യാപകർ, അംഗൻവാടി ഹെൽത്ത് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത കടയ്ക്കൽ. മഞ്ഞക്കാല വൈശാലി കുടുംബശ്രീ യൂണിറ്റിന്റെ 9ാമത് വാർഷികം ആഘോഷിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങളും ഒരേ മനസ്സോടുകൂടി അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക് മാത്രമല്ല, ആ കുടുംബശ്രീക്ക് മാത്രമല്ല, ഈ വാർഡിലെ തന്നെ പാവപ്പെട്ടവരായ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അംഗങ്ങൾക്ക് അവർക്ക് ആഹാരമെങ്കിൽ ആഹാരം, ഈ കഴിഞ്ഞ കുടുംബശ്രീ യൂണിറ്റ് അവർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം നൽകി. ഇപ്പോൾ ഇവിടെ ചെറിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അപ്പം അത്തരം സഹായങ്ങൾ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ നാടിനും ഈ പ്രദേശത്തിനുമാണ് പ്രയോജനപ്പെടുന്നത്. അത് മേന്മയിൽ കൂടുതൽ ഗുണകരമായി മാറട്ടെ. മഞ്ഞക്കാല വൈശാലി കുടുംബശ്രീ യൂണിറ്റിന്റെ 9ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീലേഖ രാജീവ്. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കാല വാർഡിൽപ്പെടുന്ന വൈശാലി കുടുംബശ്രീയുടെയും അയൽക്കൂട്ടത്തിന്റെയും പ്രവർത്തനം മറ്റു കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മാതൃകയാണെന്ന് ശ്രീലേഖ രാജീവ് അഭിപ്രായപ്പെട്ടു. നിർധന രോഗികൾക്കുള്ള ധനസഹായ വിതരണവും വാർഷികാഘോഷ ചടങ്ങിൽ നടന്നു. വൈശാലി കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയ കാർഷിക വൃത്തിയിലൂടെ ലഭിച്ച ലാഭത്തിന്റെ വിഹിതവും ചടങ്ങിൽ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ടി എം ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അജിത് പ്രസാദ്, സിഡിഎസ് ചെയർപേഴ്സൺ ശ്യാമള കുമാരി, എഡിഎസ് ചെയർപേഴ്സൺ അജിത ഉദയൻ, എഡിഎസ് സെക്രട്ടറി ഗീതാകുമാരി, സിഡിഎസ് ഓഫീസർ അഞ്ജുഷ, വൈശാലി കുടുംബശ്രീ പ്രസിഡന്റ് ഉഷാകുമാരി, സെക്രട്ടറി രാജമ്മ, ബിന്ദു രാമകൃഷ്ണൻ, അജിത, സതി, റോസമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കാമൺ കൊല്ലോല മുത്തപ്പൻകാവ് ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറുന്നു. കാലപ്പഴക്കമേറിയ കാവിലേക്ക് ജാതിമത വ്യത്യാസമില്ലാതെയാണ് ഭക്തജനങ്ങൾ എത്തുന്നത്. ചേകം ശ്രീമഹാദേവർ ക്ഷേത്രത്തിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് പുണ്യപുരാതനമായ കടയ്ക്കാമൺ കൊല്ലാല മുത്തപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും വൃക്ഷങ്ങൾ നിറഞ്ഞ് വലിയ പാറയിലായാണ് കാവ് നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പൗരാണികമായി ഏറെ പ്രാധാന്യമുള്ളതുമാണ് ഈ കാവ്. നാഗദൈവങ്ങളാണ് കാവിലെ പ്രതിഷ്ഠ. വലിയ പാറയിൽ സ്വയംഭൂവായ നാഗവിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വാസം. കാവിലെ വിളിച്ചുനേർച്ചയിലൂടെ മാറാരോഗങ്ങൾ വരെ ഇല്ലാതാകുമത്രേ. ഇങ്ങനെ രോഗശാന്തി കൈവരിച്ചവർ നിരവധിയാണ്. രാവിലെയും വൈകുന്നേരവും കാവിൽ നിത്യപൂജ നടക്കാറുണ്ട്. എല്ലാ മലയാള മാസത്തിലെയും ആയില്യം നാളിലാണ് കാവിൽ വിശേഷാൽ പൂജകൾ നടക്കുന്നത്. നൂറും പാലുമാണ് പ്രധാന വഴിപാട്. ഉച്ചാരം ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നു. അന്നദാനമാണ് ഈ ദിവസത്തെ പ്രധാന വഴിപാട്. നാനാജാതി മതസ്ഥരാണ് അന്നദാനത്തിൽ പങ്കെടുക്കുവാനായി ഇവിടേക്ക് എത്താറുള്ളത്. പ്രധാന നാഗരാജ ക്ഷേത്രങ്ങളുമായി കാവിന് അഭേദ്യമായി ബന്ധമുണ്ടെന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നു. കാവ് സംരക്ഷിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് നാട്ടുകാരുടെ ശ്രമം. ഇതിനായി കാവ് സംരക്ഷണ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. വിജയൻ കൊല്ലാല, അനിൽരാജ് കൊല്ലാല, ശശി എന്നിവരാണ് ഭാരവാഹികൾ. ഇവിടെ ഈ കാവിനോടനുബന്ധിച്ച് നമുക്കൊരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നതിനാൽ ഈ കാവിനെ സംരക്ഷിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു സഹായം. കാവിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന കാവ് സംരക്ഷണ സമിതി പ്രവർത്തകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കാവിൽ സന്ദർശിച്ചു. ലൈവ് വാർത്ത, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ. ആർ രാമചന്ദ്രൻ വീണ്ടും സിപിഐ കൊല്ലം ജില്ലാ സെക്രട്ടറി. പുനലൂരിൽ നടന്ന ജില്ലാ സമ്മേളനം സമാപിച്ചു. സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്ന സർക്കാർ ഭൂമി ഭൂരഹിതർക്ക് വിട്ടു നൽകണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. എസ്റ്റേറ്റ് മുതലാളിമാരും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും ADMS പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ. RSP ബിയിൽ നിന്നുള്ള 100ഓളം പ്രവർത്തകർ കേരള കോൺഗ്രസ് ജേക്കബിലേക്ക്. ലയന സമ്മേളനം പുനലൂരിൽ നടന്നു. വാർത്തകൾ സമാപിക്കുന്നു.
കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.